നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്, അതായത് ഇരു രാജ്യങ്ങളും സമാധാനത്തിന്റെ പാതയിൽ നിൽക്കണം, അല്ലെങ്കിൽ സമാധാനം ആ ഒരു കാര്യത്തിലാണ് ഇന്ത്യ പ്രത്യേകം ശ്രദ്ധ കൊടുക്കുന്നത്. ആരെയും ഇസ്രായേലിനെ പിന്തുണയ്ക്കുകയോ അല്ലെങ്കിൽ ഇറാനെ പിന്തുണയ്ക്കുകയോ അത്തരത്തിലൊരു നിലപാട് പ്രത്യക്ഷത്തിൽ ഇന്ത്യ സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ ഇതാ ഇസ്രായേൽ ഇറാൻ സംഘർഷം വർദ്ധിക്കുന്നതിനിടയിൽ ഇറാൻ പ്രസിഡന്റ് മസൂദുമായി ഫോണിൽ സംസാരിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമീപകാല സംഘർഷങ്ങളിൽ ഇന്ത്യയുടെ ആശങ്ക പ്രധാനമന്ത്രി അറിയിച്ചു. നിലവിലെ സാഹചര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്തുവെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസൻഷ്കിയനുമായി സംസാരിച്ചു. നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് ഞങ്ങൾ വിശദമായി ചർച്ച ചെയ്തു. സമീപകാലത്തെ സംഘർഷങ്ങളിൽ ആഴത്തിലുള്ള ആശങ്കയാണുള്ളത്. ആ ആശങ്ക അദ്ദേഹത്തോട് പ്രകടിപ്പിച്ചു. പ്രാദേശിക സമാധാനം, സുരക്ഷ, സ്ഥിരത എന്നിവ എത്രയും വേഗം പുനഃസ്ഥാപിക്കുക എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും സംഘർഷം കുറയ്ക്കുക എന്നീ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച തുടരണമെന്ന് ആവശ്യപ്പെട്ടുവെന്നും പ്രധാനമന്ത്രി എക്സിലൂടെ അറിയിച്ചിരിക്കുകയാണ്. എത്രയും വേഗം സംഘർഷം ഒഴിവാക്കി സംഭാഷണത്തിലൂടെയും നയതന്ത്ര ചർച്ചയിലൂടെയും പ്രശ്നം പരിഹരിക്കണം എന്ന ആവശ്യമാണ്, അല്ലെങ്കിൽ എന്നൊരു നിർദ്ദേശമാണ് ഈ ഇറാനോട് സംസാരിച്ചപ്പോൾ നൽകിയത് അല്ലെങ്കിൽ മുന്നോട്ട് വെച്ചത് എന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാൻ പ്രസിഡന്റുമായി ഫോണിൽ സംസാരിച്ച വിവരം പ്രധാനമന്ത്രി തന്നെയാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത്. നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്തതായും സമീപകാലത്ത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങളിൽ ആശങ്ക പങ്കുവച്ചതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി. അതേസമയം യുഎസിന്റെ നേതൃത്വത്തിൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചതിനു പിന്നാലെ ഇറാൻ തിരിച്ചടി തുടങ്ങിയിരിക്കുകയാണ്. ഇസ്രായേലിലേക്ക് ഇറാൻ മിസൈലുകൾ തൊടുത്തെന്ന് ഇസ്രായേൽ സൈനിക വക്താവ് വ്യക്തമാക്കി. മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങൾ ഇസ്രായേൽ നടത്തുന്നുണ്ട്. ഇനിയൊരു നിർദ്ദേശം വരുന്നതുവരെ പൊതുജനത്തോട് ഷെൽട്ടറിലേക്കും സുരക്ഷിത മേഖലകളിലേക്ക് മാറണമെന്ന നിർദ്ദേശവും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം ഇറാൻ ഇന്ത്യക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തായിരുന്നു. അതായത് ഇസ്രായേൽ ഇറാൻ യുദ്ധ സാഹചര്യത്തിൽ ഇറാനിൽ കുടുങ്ങിയ ഇന്ത്യൻ വിദ്യാർത്ഥികളുമായി വിമാനം ഡൽഹിയിലെത്തി. 290 ഇന്ത്യൻ വിദ്യാർത്ഥികളുമായി ഇറാനിലെ മഷദിൽ നിന്നുള്ള ആദ്യ വിമാനമാണ് രാത്രി 11:30 ഡൽഹിയിലെത്തിയത്. ഇവരിലേറെയും ജമ്മു കാശ്മീരിൽ നിന്നുള്ളവരായിരുന്നു. മടങ്ങിയെത്തിയവരിൽ കേരളത്തിൽ നിന്നുള്ളവരില്ല. മാത്രമല്ല, ഡൽഹിയിലേക്ക് മറ്റ് 2 വിമാനങ്ങൾ എത്തുമെന്ന് ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. 1000-ഓളം ഇന്ത്യക്കാരെ 3 പ്രത്യേക വിമാനങ്ങളാണ് തിരിച്ചെത്തിക്കുന്നത്. തുർക്കനിസ്ഥാനിലെ അഷ്കദാബാദിൽ നിന്നുള്ള വിമാനവും ഡൽഹിയിലേക്ക് പുറപ്പെട്ടിരുന്നു. ഇറാൻ സംഘർഷം വ്യാപിക്കുന്നതിനിടെ വ്യോമപാത അടച്ചിരുന്നു. ഇന്ത്യൻ വിമാനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇറാൻ താൽക്കാലികമായി ഇത്തരത്തിൽ ഈ വ്യോമപാത തുറന്നു കൊടുത്തത്. ഇതോടെയാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് നാട്ടിലേക്ക് മടങ്ങാൻ കഴിഞ്ഞത്. ഓപ്പറേഷൻ സിന്ധുവിനോടനുബന്ധിച്ച് ഇറാനിൽ നിന്ന് 110 ഇന്ത്യൻ വിദ്യാർത്ഥികൾ കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തിയിരുന്നു. അർമീനിയ വഴിയാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ രാജ്യത്ത് തിരികെ എത്തിയത്. ഡൽഹിയിലെത്തിയവരിൽ പകുതിയിലധികം പേരും ഇറാനിലെ ഉർമിയ സർവകലാശാലയിൽ നിന്നുള്ള വിദ്യാർത്ഥികളായിരുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള ആക്രമണമാണ് നടക്കുന്നത്. ഇസ്രായേലിനൊപ്പം ഇപ്പോൾ അമേരിക്കയും കൂടി കൈകോർത്തിരിക്കുകയാണ്. ഇസ്രായേലും അമേരിക്കയും ഇറാനെതിരെ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഇറാൻ ഒറ്റയ്ക്ക് പൊരുതുന്നു. മറ്റ് രാജ്യങ്ങൾ, സഖ്യകക്ഷികൾ ഇറാനൊപ്പം ചേരുമോ? ചോദ്യം ശക്തമാണ്. ആശങ്ക വാനോളം ഉയരുകയാണ്. അതേസമയം ഇന്നാണ് അമേരിക്ക ആക്രമണം നടത്തിയത്, ഇറാനെ ആക്രമിച്ചത്. അപ്പോൾ ഇറാനും തിരിച്ചടി തുടങ്ങിയിട്ടുണ്ട്. ഇറാന്റെ 3 ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾക്ക് നന്ദി അറിയിച്ച് അഭിനന്ദിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും രംഗത്ത് വന്നു. ഡൊണാൾഡ് ട്രംപിനെയാണ് ബെഞ്ചമിൻ നെതന്യാഹു പ്രശംസിച്ചത്. വീഡിയോ സന്ദേശത്തിലൂടെ നെതന്യാഹു പറഞ്ഞത്, അഭിനന്ദനങ്ങൾ ട്രംപേ. അമേരിക്കയുടെ നീതിയുക്തമായ ശക്തി ഉപയോഗിച്ച് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെക്കാനുള്ള നിങ്ങളുടെ ധീരമായ തീരുമാനം ചരിത്രം മാറ്റിമറിക്കും. ഓപ്പറേഷൻ റൈസിംഗ് ലൈനിൽ ഇസ്രായേൽ ശരിക്കും അത്ഭുതകരമായ കാര്യങ്ങളാണ് ചെയ്തത്. എന്നാൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കെതിരായ നടപടിയിൽ അമേരിക്കയുടെ നീക്കം മറികടക്കാനാവാത്തതാണ്. ഭൂമിയിലെ മറ്റൊരു രാജ്യത്തിനും ചെയ്യാൻ കഴിയാത്തത് അമേരിക്ക ചെയ്തു. ലോകത്തിലെ ഏറ്റവും അപകടകരമായ ഭരണകൂടത്തെയും ലോകത്തിലെ ഏറ്റവും അപകടകരമായ ആയുധങ്ങളെയും തകർക്കാൻ പ്രവർത്തിച്ചുവെന്ന് ചരിത്രം അമേരിക്കൻ പ്രസിഡന്റിനെ കുറിച്ച് രേഖപ്പെടുത്തുമെന്നും നെതന്യാഹു വ്യക്തമാക്കി. പശ്ചിമേഷ്യയെ സമൃദ്ധിയുടെയും സമാധാനത്തിന്റെയും ഭാവിയിലേക്ക് നീങ്ങാൻ സഹായിക്കുന്ന ഒരു നാഴികക്കല്ലാകാൻ ട്രംപിന്റെ നേതൃത്വത്തിന് സാധിച്ചിട്ടുണ്ടെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി പ്രശംസിച്ചു. ട്രംപും താനും പലപ്പോഴും പറയാറുള്ളത് പോലെ ശക്തിയിലൂടെ സമാധാനം എന്ന കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ്. ആദ്യം ശക്തി, പിന്നീട് സമാധാനം. ഈ നിലപാട് വീണ്ടും നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുകയാണ്. ട്രംപും അമേരിക്കയും വളരെയധികം ശക്തിയോടെ പ്രവർത്തിച്ചുവെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. നമ്മുടെ ഇളകാത്ത സഖ്യത്തെയും തകർക്കാനാകാത്ത വിശ്വാസത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞാണ് തന്റെ പ്രസ്താവന ഇസ്രായേൽ പ്രധാനമന്ത്രി അവസാനിപ്പിച്ചത്. അതേസമയം ഇറാനുടൻ സമാധാനം കൈവരിക്കാനായില്ലെങ്കിൽ പ്രതികാരം ചെയ്യുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടതായി ഇറാൻ തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തു. ക്രൂരമായ ആക്രമണം എന്നാണ് ഇറാൻ ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമായ പ്രവൃത്തി എന്നും ഇറാൻ ഇതിനെ
വിമർശിക്കുകയുണ്ടായി. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി നിസ്സംഗതയും മാത്രമല്ല തങ്ങളെ ആക്രമിക്കാൻ പങ്കാളിയായി എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ ഇറാൻ അവർക്കെതിരെ ആരോപിക്കുന്നത്. മാത്രമല്ല അന്താരാഷ്ട്ര സമൂഹം ഈ നടപടികളെ അപലപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഇറാൻ വ്യക്തമാക്കി. ഫോർഡോയിലെ ഭൂഗർഭ സ്ഥലവും ഇവിടെ നഡാൻസ് പ്ലാന്റും ഇറാന്റെ 2 പ്രധാന യുറേനിയം സമ്പുഷ്ടീകരണ സൗകര്യങ്ങളായിരുന്നു. ഇതിൽ നഡാൻസിനെ ഈ ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ ഇസ്രായേൽ ആക്രമിച്ചിരുന്നു. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം 10ാം ദിവസത്തിലേക്ക് കടന്നപ്പോഴാണ് അമേരിക്ക കൂടി ഇസ്രായേലിനെ പിന്തുണച്ച് ഇറാനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. ജൂൺ 13 ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന് വിളിക്കപ്പെടുന്ന ഇറാനിയൻ സൈനിക ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ വൻ വ്യോമാക്രമണം നടത്തിയതിനെ തുടർന്നാണ് സംഘർഷം തുടങ്ങിയത്. ഇതിനു മറുപടിയായി ഇസ്രായേലി യുദ്ധവിമാന ഇന്ധന ഉൽപാദന സൗകര്യങ്ങളെയും ഊർജ്ജ വിതരണ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇസ്ലാമിക് റവല്യൂഷണറി കോർപ്സ് ഓപ്പറേഷൻ ടു പ്രോമിസ് 3 എന്ന പേരിൽ ഒരു വലിയ തോതിലുള്ള ഡ്രോൺ മിസൈൽ ഓപ്പറേഷന് തുടക്കമിടുകയായിരുന്നു. അത് 10 ദിവസം പിന്നിട്ടതേ ഈ 10ാം ദിവസം എത്തി നിൽക്കുമ്പോൾ അമേരിക്ക കൂടി പങ്കാളികളായിരിക്കുന്നു. മാത്രമല്ല മറ്റൊരു നിർണായകമായ കാര്യം US വ്യോമസേന ഇറാനെ ആക്രമിക്കുന്നത് പ്രസിഡന്റ് ട്രംപ് തത്സമയം കാണുകയുണ്ടായി. അതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരിക്കുകയാണ്. വൈറ്റ് ഹൗസിലെ സിറ്റുവേഷൻ റൂമിലാണ് ഈ ഒരു അതായത് നേരിട്ടിരുന്നത് കാണുന്ന സാഹചര്യം ഉണ്ടായത്. ഇവിടുത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ അധികൃതർ പുറത്തുവിട്ടിരിക്കുന്നത്. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന വാചകങ്ങളുള്ള ചുവന്ന തൊപ്പി ധരിച്ച ട്രംപിനെയാണ് ചിത്രങ്ങളിൽ കാണുന്നത്. വൈസ് പ്രസിഡന്റ് JD വാൻസ്, US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെറ്റ് എന്നിവരെയും ചിത്രങ്ങളിൽ കാണാം. ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ഡാൻ കെയ്ൻ, വൈറ്റ് ഹൗസ് ചീഫ് ഓഫ് സ്റ്റാഫ് സൂസി വെയിൽസ്, CIA ഡയറക്ടർ ജോൺ റാറ്റ്ക്ലിഫ് എന്നിവരും സന്നിഹിതരായിരുന്നു. തന്റെ സമൂഹ മാധ്യമത്തിലൂടെയാണ് ആക്രമണ വിവരം ട്രംപ് പുറത്തുവിട്ടത്. ഉന്നത ഉദ്യോഗസ്ഥരും ട്രംപിനൊപ്പം ഉണ്ടായിരുന്നു. വൈറ്റ് ഹൗസിലെ മുറിയാണ് സിറ്റുവേഷൻ റൂം എന്ന് അറിയപ്പെടുന്നത്. പ്രത്യേകിച്ച് ഈ അടിയന്തര സാഹചര്യങ്ങളിൽ US പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സൈനിക ഉദ്യോഗസ്ഥരും മറ്റു ഉന്നത ഉദ്യോഗസ്ഥരും സാഹചര്യങ്ങൾ നിരീക്ഷിക്കാനും നടപടികൾ നിർദ്ദേശിക്കാനും ഒത്തുകൂടുന്ന മുറി കൂടിയാണിത്. ഒസാമ ബിൻ ലാദനെ വധിച്ച പാകിസ്ഥാനിലെ ഓപ്പറേഷൻ അന്നത്തെ പ്രസിഡന്റ് ബറാക് ഒബാമ നിരീക്ഷിച്ചതും ഈ മുറിയിൽ ഇരുന്നായിരുന്നു എന്നതാണ് മറ്റൊരു സവിശേഷത. 1979 ശേഷമാണ് ഇറാനിൽ US ഇത്തരത്തിലൊരു ആക്രമണം നടത്തുന്നത്. ആക്രമണം വിജയകരമാണ് എന്നാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഇറാൻ ചർച്ചയിലേക്ക് വന്നില്ലെങ്കിൽ ഇനിയും ആക്രമണം ഉണ്ടാകുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാനിലെ ഫോർദോ, നദാൻസ്, ഇസ്ഫഹാൻ ആണവ നിലയങ്ങളാണ് US ആക്രമണം നടത്തിയത്. എന്തായാലും ഇറാന് തിരിച്ചടി തുടങ്ങിയിട്ടുണ്ട്. ഇസ്രായേൽ സൈനിക വക്താവ് വ്യക്തമാക്കുന്നത് ഇസ്രായേലിലേക്ക് ഇറാൻ മിസൈലുകൾ തൊടുത്തു എന്നാണ്. മിസൈലുകളെ ഇസ്രായേൽ പ്രതിരോധിക്കുന്നുണ്ട്. ഇനിയൊരു നിർദ്ദേശം വരുന്നതുവരെ പൊതുജനത്തോട് ഷെൽട്ടറിലേക്കും സംരക്ഷിത മേഖലകളിലേക്കും മാറുന്നതിനുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. US ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രക്ഷാസമിതിയുടെ അടിയന്തര യോഗം വിളിക്കണമെന്ന് ആവശ്യപ്പെട്ട് യുഎനിലെ ഇറാൻ അംബാസിഡർ അമീർ സയ്യിദി ഇർവാനി കത്ത് നൽകി. രാജ്യാന്തര നിയമവും UN ചാർട്ടറും ലംഘിച്ചതിനെതിരെ US മേൽ നടപടിയെടുക്കാൻ UN മുന്നോട്ട് വരണമെന്നും അമീർ ആവശ്യപ്പെട്ടു. US-ഉമായുള്ള വെടിനിർത്തൽ കരാർ റദ്ദാക്കുന്നതിന്റെ സൂചന നൽകി ഹൂതികളും രംഗത്തെത്തി. US-ഉമായി വെടിനിർത്തൽ കരാർ ഉണ്ടായത് US ഇറാൻ യുദ്ധത്തിന് മുൻപാണെന്ന് ഹൂതികളുടെ വക്താവ് പറഞ്ഞു. ഇറാനെ ആക്രമിച്ചതിനുള്ള പ്രതികരണമായി ആക്രമണം ഉറപ്പാണ്. അത് എപ്പോൾ എന്നതിൽ മാത്രമേ ഇനി തീരുമാനം എടുക്കേണ്ടതുള്ളൂ എന്നും ഹൂതി വക്താവ് പറഞ്ഞു. 2025 മെയ്യിലാണ് US-ന്റെ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. ഹൂതികളെ US ആക്രമിക്കില്ലെന്ന ഉറപ്പിന്മേലായിരുന്നു അത്. അതേസമയം ഗാസയിലെ ആക്രമണത്തിന് മറുപടിയായി ഇസ്രായേലിനെ ഹൂതികൾ നിരന്തരം ആക്രമിക്കുന്നുണ്ട്. അതിനിടയിൽ ഇറാന് എതിരെ അമേരിക്ക നിൽക്കുന്നത് കൊണ്ട് അമേരിക്കയെ ആക്രമിക്കുമെന്ന് ഹൂതികളും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. മാത്രമല്ല അമേരിക്കയ്ക്ക് നേരത്തെ തന്നെ റഷ്യ, അതുപോലെ തന്നെ ചൈന, മാത്രമല്ല ഇറാനും മുന്നറിയിപ്പ് നൽകി. അതായത് ഇസ്രായേലിനെ ആര് പിന്തുണയ്ക്കുന്നുവോ അവർ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് ഇറാൻ നേരത്തെ തന്നെ നൽകിയിരുന്നു. അമേരിക്കയെ ലക്ഷ്യമിട്ട് പറഞ്ഞതാണ്. മാത്രമല്ല അമേരിക്ക ഇസ്രായേലിനെ പിന്തുണച്ചോളൂ, പക്ഷേ സൈനിക തലത്തിലൊരു പിന്തുണ ഉണ്ടാകരുതെന്ന് റഷ്യയും മുന്നറിയിപ്പ് നൽകിയതാണ്. എന്തായാലും അമേരിക്ക കൂടി ആക്രമിച്ച ഈ ഒരു സ്ഥിതിക്ക് എങ്ങനെയാണ് ഇനി യുദ്ധത്തിൻ്റെ സമവാക്യങ്ങൾ മാറുന്നത്, ഏത് രീതിയിലാണ് പോരാട്ടം വഴിമാറുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും ഈ നിർണായക പോരാട്ടത്തിനിടയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റിനോട് ഫോൺ സംഭാഷണം നടത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.